ഓടിച്ചൂടാ, വേറെ വണ്ടിയൊക്കെ വരുന്നതാ. നേരെ ഓടിച്ചങ്ങ് പോയാൽ മതി. അപ്പം വളവും തിരിവൊക്കെ വന്നാലോ? പിന്നെ വളവും തിരിവെല്ലാം വേറെ ആരെയും വന്ന് വളച്ചേരണം നിങ്ങൾക്ക്. അത് പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ കാർ ഓടിക്കുന്നേ, നീ ഒന്ന് ശരിക്ക്. ഇവനെ ഇവനെ എന്താ പാത്തൂത്താ? അത് പിന്നെ എടാ, അത് നോക്ക് അങ്ങോട്ട്, ഒരു വലിയ KSRTC ബസ് അത് ഇങ്ങോട്ടേക്ക് വരുന്നടാ. അല്ലാ, എനിക്കിത് കാണണ്ട. ബാക്കിയുള്ളവരെയും കൂടി കൊല്ലാനായിട്ട് നിങ്ങൾ ഇതെന്ത് പണിയാന്ന് കാണിച്ചത്? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നേരെ സ്റ്റിയറിംഗ് നിന്ന് കൈയെടുക്കുക. ഭാഗ്യമുണ്ടെന്നാ നമ്മൾ രക്ഷപ്പെട്ടത് അല്ല. ഇപ്പൊ റോഡ് മേൽ ഉണ്ടാവേനും പത്തിരി പരത്തിയ പോലെ കിടക്കുന്നു. അത് പിന്നെ ഈ വലിയ ബസ്സൊക്കെ കണ്ട ഞാൻ എന്താക്കാൻ? എനിക്ക് ഈ വലിയ ബസ് ലോറിയൊക്കെ കാണുമ്പോൾ മുട്ടിന്റെ താഴ്ന്ന് വിറയ്ക്കാൻ തുടങ്ങും. അത് ശരി, റോഡാകുമ്പോൾ വലിയ വണ്ടി ചെറിയ വണ്ടി ഒക്കെ ഉണ്ടാവും. അതൊന്നും കണ്ടിട്ടില്ലേ നിങ്ങൾ പഠിക്കാൻ വന്നത്? അപ്പൊ നിങ്ങൾക്ക് പുതിയ റോഡ് ഉണ്ടാക്കി തരാം, അതാ നല്ലത്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങൾ എന്തിനാ പെണ്ണുങ്ങളെ കരയുന്നത്? ഞാൻ വണ്ടി ഓടിക്കുന്നതല്ലേ പറഞ്ഞു തന്നത്. അതൊരു തെറ്റാണോ? മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പത്തേക്ക് ഒരു കരച്ചിലും കൊണ്ട് വന്നിട്ട് നേരെ നോക്കി വണ്ടി ഓടിച്ചാലേ നല്ല മുഴുത്ത അടിയുടെ അടുത്ത് നിന്ന് കിട്ടുവാ. കരച്ചിലൊക്കെ അന്നേരം ഞാൻ അങ്ങ് മാറ്റി തരുന്നുണ്ട് കേട്ടോ. വേണ്ട വേണ്ട, നമുക്ക് അടിയൊന്നും വേണ്ട. ഞാൻ മര്യാദയ്ക്ക് തന്നെ ഓടിച്ചോളാം. ഞാൻ നോക്കി നോക്കി ഓടിച്ചോളാം. ഇതുപോലെ എന്നാ നിങ്ങൾക്ക് കൊള്ളാം. എന്ത് കൊള്ളാന്ന്? ഞാനല്ലേ പറഞ്ഞു ഞാൻ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുന്നു. ഇനി എന്നെ തല്ലരുത് പ്ലീസ്. ഓ, തല്ലുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് ഓടിച്ചാൽ നിങ്ങൾക്ക് നല്ല കാര്യം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് തല്ലുന്ന കാര്യമൊന്നും വിചാരിച്ചിട്ടില്ല. വേണേ ഒന്ന് തരാം, വേണോ? അല്ലോ മാണ്ടേ. പിന്നില്ലേ മാഷേ, എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ? സംശയമുണ്ടോ? അതൊക്കെ ചോദിക്കേ. അങ്ങനെ നമ്മുടെ സംശയങ്ങളൊന്നും ബാക്കി വെക്കാൻ പാടില്ല. എല്ലാം സാറുമാരോട് ചോദിച്ച് കറക്റ്റാക്കി മനസ്സിലാക്കി എടുക്കണം. എന്താ സംശയം പറ. ഈ വണ്ടിയിൽ AC ഉണ്ടോ മാഷേ? AC ഇടായിട്ട് വല്ലാണ്ട് ചൂടെടുക്കുന്നു. ഇതാണോ സംശയം? AC ഉണ്ട്, ഞാൻ ഓണാക്കി തരാം. ഓക്കെ, എന്നാൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം പറ. ആദ്യം വീടിന്റെ വാതിലൊക്കെ അടച്ചിക്കോന്നൊക്കെ നോക്കണം. പിന്നെ ചെരുപ്പ് നല്ലത് നോക്കി ഇടണം. പിന്നെ ഗേറ്റ് പൊട്ടിക്കാൻ നോക്കണം. പിന്നെ കോഴിക്കൂട് അടച്ചിക്കോന്ന് നോക്കണം. അത് അത്രയൊക്കെ മതിയായിരിക്കും അല്ലേ? എന്നാ പിന്നെ അപ്പുറത്തെ വീട്ടിലെ പശു പെറ്റോന്നും കൂടി പോയി നോക്കിക്കളാ, അതാ നല്ലത്. പെണ്ണുങ്ങളെ കാറ് കഴിയുമ്പോ ഇതൊക്കെയാണോ നോക്കുക? അപ്പൊ അതല്ലേ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്കറിയില്ല മാഷെ, ഒന്ന് പറഞ്ഞു തരുമോ? ആദ്യം വണ്ടിയിൽ കയറിയ ഉടനെ സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നീട് മിറേഴ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നീട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കണം. പിന്നെ നമ്മുടെ ക്ലച്ച് ബ്രേക്ക് എല്ലാം ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഓ അങ്ങനെ, ഇപ്പഴാ മനസ്സിലായത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നാ നേരെ നോക്കി വണ്ടി ഓടിക്ക്. അല്ല, നിങ്ങൾ എന്തിനാ സ്റ്റിയറിംഗിന്റെ കൂടെ തലയും കൂടി ഇട്ട് വെട്ടിക്കുന്നത്? അതൊക്കെയല്ലേ സാർ ഈ ടാലന്റ് എന്നൊക്കെ പറയുന്നത്. ഇതിനെയാണോ ടാലന്റ് എന്ന് പറയുന്നത്? വണ്ടി വരുന്ന വണ്ടി വരുന്ന എനിക്ക് കാണാം. അവർക്ക് ലൈസൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർ ഒതുക്കി അങ്ങ് പോയിക്കോളും. ഞാൻ ലൈസൻസ് എടുക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ അവർക്ക് എന്നെക്കാൾ അറിയണ്ടേ വണ്ടി ഓടിക്കുന്നത്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, വലത്തേക്ക് അങ്ങ് ഓടിക്കി. എന്നാ പിടിച്ചോ. ചെയ്യാന്നാ